നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായുടെ സ്റ്റേഷൻ 21 മനസാന്നിധ്യം. 2 പക്ഷികളെ ഉന്നം വെച്ചാൽ രണ്ടും നഷ്ടപ്പെടും. തീവണ്ടിയുടെ ജനാലയിലൂടെ നോക്കിയാൽ കുന്നിൻ മുകളിൽ ഒരു സെൻ സന്യാസി മഠം കാണാം. 2000-ൽ പുറത്തിറങ്ങിയ ഡോറിസ് ഡോറിയുടെ എൻലൈറ്റ്മെന്റ് ഗ്യാരന്റഡ് എന്ന സിനിമയിൽ താരങ്ങൾ സന്ദർശിക്കുന്ന ഒരു സന്യാസി മഠം പോലുണ്ട്. ഇതൊരു സിനിമയാണെന്ന് പറയാൻ കഴിയില്ല. അഭിനേതാക്കൾ അവരുടെ സ്വന്തം പേരുപയോഗിക്കുന്നു. തിരക്കഥയില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് സംസാരിക്കുന്നു. അതുകൊണ്ട് ഡോക്യുമെന്ററി എന്ന് വിളിക്കാം. 2 ജർമ്മൻ സഹോദരന്മാർ ഊവൈ ഗുസ്താവ് തങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ജപ്പാനിലെ ഒരു സെൻ സന്യാസി മഠത്തിലേക്ക് യാത്രയാകുന്നു. ടോക്കിയോ മുഴുവൻ ചുറ്റി നടന്ന് അവർ ഒടുവിൽ സോജിജി മഠത്തിലെത്തി. അവിടെ സന്യാസിമാർ അവരെ പഠിപ്പിച്ചത് ഒരു സമയം ഒരു കാര്യം ചെയ്യുക, അതിൽ ശ്രദ്ധ ചെലുത്തുക, എങ്ങനെ കത്തിയും മുള്ളും മറ്റും ഭംഗിയായി തുണിയിൽ പൊതിഞ്ഞു വയ്ക്കാം, പലക കൊണ്ടുണ്ടാക്കിയ നിലം എങ്ങനെ മിനുക്കാം, എങ്ങനെ ധ്യാനിക്കാം, മന്ത്രം ചൊല്ലാം. സന്യാസികൾ അവരുടെ ദിനചര്യകളിലേർപ്പെടുന്നത് അതേപടി പകർത്തുകയായിരുന്നു ക്യാമറ ചെയ്തത്. നടന്മാർ അവരുടെ കൂടെ കൂടി എന്നു മാത്രം. പല ജോലികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിലവാരം കുറയും, നമ്മൾ കത്തിത്തീരും. ഈ കാലത്ത് പലതരത്തിലുള്ള ശ്രദ്ധ തിരുത്തലുകളാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത്. സാങ്കേതികത എല്ലാം മാറ്റിയെന്നു പറഞ്ഞ് പരാതിപ്പെടുകയും അതു നൽകുന്ന സൗകര്യങ്ങളിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്യുന്നത് അസംബന്ധമാണ്. നമ്മൾ ചെയ്യേണ്ടത് സാങ്കേതികതയെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ്, അല്ലാതെ അതിനടിമപ്പെട്ട് പരാതി പറയുകയല്ല. നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒഴുക്ക് കണ്ടെത്തുക എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ വിവരിച്ചുവല്ലോ. പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യൻ നല്ല മൾട്ടി ടാസ്കേഴ്സ്, പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നവർ അല്ല എന്നാണ്. ഒന്നാമതായി, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഒരുപോലെ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല. രണ്ടാമതായി, ഒരു കാര്യം പകുതി ചെയ്ത് മറ്റൊന്നിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ക്ഷീണിതരായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു തോട്ടക്കാരനോ പെയിന്ററോ 4 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താലും ക്ഷീണിക്കാതിരിക്കുമ്പോൾ പല ജോലികൾ ഒരുമിച്ച് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ക്ഷീണിതരാവുന്നത്. ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിനിടയ്ക്ക് പരീക്ഷയ്ക്ക് പഠിക്കുക, ഒപ്പം സെൽഫോണിൽ സന്ദേശങ്ങൾ അയക്കുക എന്നിങ്ങനെ 3 പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സമയം ലാഭിക്കുകയാണ് എന്ന് നമ്മളുടെ ധാരണ. ഇവ 3ഉം 3ആയി തരംതിരിച്ച് ഓരോന്നിനും അതിൻ്റെതായ സമയം കൊടുത്താൽ സമയത്തിലും നിലവാരത്തിലും പുരോഗതി ഉണ്ടാകും. വേട്ടക്കാരുടെ പഴയ ഒരു ചൊല്ലുണ്ട്, 2 താറാവുകളെ ഒരുമിച്ച് ഉന്നം വെച്ചാൽ 2ഉം നഷ്ടപ്പെടും. ഇതാണ് പൂർണ്ണമായ ശ്രദ്ധ. ഓരോ നിമിഷത്തിലും സന്നിഹിതനാവുക. എന്തു ചെയ്യുമ്പോഴും ശരീരത്തെയും ബോധത്തെയും അറിയുക. ഇരിക്കുമ്പോൾ മനസ്സും ശരീരവും അതിൽ മാത്രം ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ മനസ്സും ശരീരവും നടത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ പരിപൂർണ ശ്രദ്ധയുണ്ടെങ്കിൽ പതറില്ല. പതറാതിരിക്കാൻ ചില ആശയങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ സെൽഫോൺ ഒഴിവാക്കുക. കിടക്കുന്നതിനിടയിൽ അത് നോക്കരുത്, പ്രത്യേകിച്ചും ഒപ്പം ആളുകൾ ഉണ്ടെങ്കിൽ, കാരണം അവരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നടക്കാനിറങ്ങുമ്പോൾ അതാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന ധാരണയിൽ നടക്കുക. കുളിക്കുമ്പോൾ ഇനി ഒരു കുളി ജീവിതത്തിലുണ്ടാവില്ല എന്ന മട്ടിൽ കുളിക്കുക. ചൂടുവെള്ളം ശരീരത്തിൽ വീഴുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക. ഒഴുക്കിനൊപ്പം പോകാനും സ്വതന്ത്രമായി നീങ്ങാനും സമയം കണ്ടെത്തുക. സന്യാസിയെ നമ്മൾ കണ്ടില്ലേ? ധ്യാനിക്കാനും സെൽഫോൺ നോക്കാനും ഒരു അപരിചിതനോട് സംസാരിക്കാനുള്ള സമയം അയാൾ കണ്ടെത്തുന്നു. അതുപോലെ പൂർണ്ണ ശ്രദ്ധയോടെ പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളും സമയം കണ്ടെത്തണം. തിരക്കു പിടിച്ചോടാതെ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാവണം. അതിന് വളരെ ലളിതമായൊരു വഴിയുണ്ട്. ചില നിമിഷങ്ങൾ നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അപ്പോൾ ഓരോ കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും. ആദ്യമായി, പൂർണ്ണ ശ്രദ്ധ വേണ്ട ഒഴുക്കിന്റെ ഭാഗം തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം പ്രവൃത്തി എഴുതുക. രണ്ടാമതായി, പൂർണ്ണ ശ്രദ്ധ വേണ്ട ഒഴുക്കിന്റെ ഭാഗം തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം. അങ്ങനെ ഓരോ ഒഴുക്കിന്റെ ഭാഗത്തിലും പൊമഡോറോ രീതി ഉപയോഗിക്കാം. ഇത് ചെയ്യാത്ത സ്വയം സ്വതന്ത്രരാവാം. ദിവസം മുഴുവൻ ബുദ്ധസന്യാസികളെ പോലെ ജോലി ചെയ്യേണ്ട. താങ്ക് യു.